കേന്ദ്രത്തിൽ നിന്ന് കിട്ടാറുള്ളത് കിട്ടുന്നില്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സ്കൂൾ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇപ്പൊ പൊതുവിതരണം, ഇങ്ങനെയൊക്കെ തന്നെ പലതവണയും പലതും പെൻഡിംഗ് ആയി കിടക്കുന്നതിന് 10,000 കോടിക്ക് അടുത്തുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ടാക്സ് വിഹിതം വെട്ടിക്കുറച്ചൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോ ഇത്രയും ബാധ്യത വരും എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ധരിക്കുന്നത്. അധിക ബാധ്യതയാണ്, അത് അധിക ബാധ്യതയാണ്. കാരണം ഇപ്പൊ തന്നെ 10,000 കോടിക്ക് അടുത്ത് ഒരു വർഷം ചെലവാക്കുന്നുണ്ടല്ലോ. അതിന് വരും. പിന്നെ വീട്ടമ്മമാരുടെ പെൻഷൻ ഉള്ളൂ, സ്ത്രീ സുരക്ഷ വീട്ടമ്മമാരുടെയാണ്. കോളേജ് കുട്ടികൾക്ക് അവർക്ക് അതിന്റെ സ്കീം വിശദമായിട്ട് വരണം. അവർക്ക് 1000 രൂപ വെച്ച് പഠിത്തം കഴിഞ്ഞവർക്ക് അവരുടെ ഒരു ജോബ് സീക്കിംഗ് പീരീഡ് ആണ്, അവർക്ക് ഉള്ള ഒരു കാര്യമുണ്ട്. കുടുംബശ്രീ ADS എല്ലാ കുടുംബശ്രീകളിലും ഓരോ വാർഡിനും കിട്ടുന്നതാണ്, അത് വലിയൊരു കാര്യമാണ്. അതിനൊക്കെ ആ നല്ല തുക വരുന്നതാണ്. പിന്നെ ക്ഷേമ പെൻഷനും നെല്ലിന്റെ റബ്ബറിന്റെ വർധന, നെല്ല് 30 രൂപ. അതൊരു കാര്യം ഞാൻ പറയുകയാണ്, നെല്ലിന്റെ തറവിലയാണ് 30 നിശ്ചയിച്ചിരിക്കുന്നത്. ഞങ്ങളൊരിക്കലും ഈ ഗവൺമെന്റ് വന്നപ്പോഴത്തോട് പറയുന്നുണ്ട് ഇൻസെന്റീവായി കണക്ട് ചെയ്തല്ല അത് കൊടുക്കുന്നത്. ഇപ്പൊ ഓരോ സമയത്തും കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേന്ദ്ര ഗവൺമെന്റ് എത്രയും തരാത്തതുകൊണ്ട് അവര് ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്ന ഇൻസെന്റീവ് ഉണ്ട്. ആ ഇൻസെന്റീവ് ഇതിൽ നിന്ന് തട്ടിക്കുറയ്ക്കും, അതിന് യാതൊരു സംശയം വേണ്ട. കാരണം ഇപ്പം അവർ പ്രഖ്യാപിച്ച എല്ലാ തുകയെക്കാളും കൂടുതലാണ്. അതിനിയും നാളെ ഇനി ഒരു 50 പൈസ ഇൻസെന്റീവ് പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടുകയല്ല. അത് ഞാൻ ആവർത്തിച്ച് പറയാണ്. കാരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. അസംബ്ലിയിൽ ഇത് പറയാറുണ്ട്. ഇൻസെന്റീവ് എത്ര വരട്ടെ, ഇപ്പൊ നെൽകൃഷിക്കാർക്ക് ഒരു 30 രൂപ കൊടുക്കണം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ നെല്ല് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതും കുറേയേറെ കാര്യങ്ങൾ ഇന്ന് സെറ്റിൽ ചെയ്തു. അതിന് നല്ല തുക ചെലവ് വരുന്നതാണ്. ആ സെറ്റിൽമെന്റ് ഇന്ന് ഉണ്ടാക്കിയത് അവരുമായിട്ട് കൊടുക്കാനുള്ളതൊക്കെ. അപ്പൊ ഇതെല്ലാം നാട്ടിലെ കൃഷിക്കാർക്ക്, റബ്ബറിന് വില കൂടിയാൽ കൃഷിക്കാർ കൂടുതൽ കൃത്യമായി റബ്ബർ കൃഷി ചെയ്യും. അപ്പൊ അവരുടെ റബ്ബർ വിൽക്കുന്നതിന്റെ വരുമാനം വരും. അതായത് ഈ ഇൻസെന്റീവ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന തറവില മാത്രമല്ല, അത്രയും പ്രൊഡക്ഷൻ നടക്കും. നെല്ല് കൃഷി കൂടുതൽ വരും. ഇതേപോലെ കാർഷിക മേഖല കൂടുതൽ സംഭവങ്ങൾ വരും. നമ്മുടെ ഓരോ മേഖലയിലും ഇൻകം വരും. ഒരു വീട്ടിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, 2 പേര് പെൻഷൻ മേടിക്കുന്നവരും ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചോ, അല്ലെ 2 കൊച്ചുമക്കളുണ്ടെന്ന് വെച്ചോ, ആ വീട്ടില് അത്യാവശ്യം അവർക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ പിന്നെ കിട്ടും. അങ്ങനെ ചെയ്യാനാണ് കേരളം ഒരു വ്യത്യസ്തമുള്ള സംസ്ഥാനമാണ്. നവകേരളം സൃഷ്ടിക്കാനാണ്. ഇതിനൊപ്പം നവംബർ 1 നമ്മുടെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഇത്രയും നല്ലൊരു കാര്യം കേരളത്തിൽ ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കണക്ക് കൂട്ടിയിരുന്ന കാര്യമൊക്കെ ആ സമയത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇത്ര കൂട്ടുവോ ഇവിടെ വരും. അപ്പം അങ്ങ് സാധാരണഗതിയിൽ അങ്ങനെ കണക്ക് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാബിനറ്റ് വെച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് നേരത്തെ പറയാം, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന കാര്യം. ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കടം സാധാരണഗതിയിൽ എടുക്കും. പക്ഷെ കടമെടുക്കുന്നത് കഴിഞ്ഞ 30 വർഷക്കാലം കേരളത്തിലെ ഓരോ 5 വർഷവും വന്ന സർക്കാരുകൾ കടത്തിന്റെ പരിധി അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ 1,25,000 കോടി കൂടി അധികം ഇപ്പൊ കിട്ടേണ്ടതാണ്. ഞാൻ ആ കണക്ക് നേരത്തെ പറഞ്ഞു. സാധാരണഗതി 90%, 100% വെച്ച് ഓരോ 5 വർഷം വർദ്ധിക്കും. പക്ഷെ ഇപ്പോ 60% പോലും കടം വർദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ കടം കുറച്ച 5 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളത്തെ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെയും സ്റ്റേറ്റ് ബാങ്കിന്റെ ഒക്കെ കണക്കുകളി വന്നു. നിങ്ങൾ കണ്ടു, അക്കൌണ്ടന്റ് ജനറലിന്റെ കണക്കിനകത്തുനിന്ന് കേരളം ഇംപ്രൂവ് ചെയ്തു. യഥാർത്ഥത്തിൽ സർ തോമസ് ഐസക്കിന്റെ വർഷത്തിന്റെ 5ാമത്തെ വർഷം 2,96,000 ആയിരുന്നു കേരളത്തിന്റെ കടം. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനത്തെ വർഷം അത് 1,56,000 ആയിരുന്നു. എന്റെ ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്. സോ VSന്റെ ഗവൺമെന്റിന്റെ സമയത്ത് ഏറ്റവും അവസാനത്തെ വർഷം അത് 86,000 കോടിയായിരുന്നു. ഓരോ സമയത്തും 90% അല്ലെ 100% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അതനുസരിച്ച് 2,96,000 നിന്നും ഈ 5 വർഷം കഴിയുമ്പം ഏകദേശം 6 ലക്ഷം കോടി ആവണം. 4,70,000 കോടി വരെ എടുക്കാനേ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് മുമ്പുള്ള എല്ലാ ധനകാര്യമന്ത്രിമാരുടെയും സമയത്ത് കിട്ടിയിരുന്ന തുകയെക്കാളും 1,25,000 കോടി കുറച്ചേ എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 10,000 കോടിയോളം അധികം ബാധ്യത വരാം. ആ ബാധ്യത വരുന്നത് പിന്നെ ഇത്രയും കടമെടുക്കാനുള്ള സമയത്ത് പോലും ആ കടം കിട്ടാതിരിക്കുന്ന അതിഥിയാണ്. അതുകൊണ്ട് ബാധ്യതയൊന്നും അധികം വരില്ല, താങ്ങാൻ പറ്റാത്ത ബാധ്യത വരില്ല. കേരളം നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷമല്ലേ? കാരണം നിങ്ങൾക്കെല്ലാം പത്രങ്ങൾക്ക് മീഡിയയ്ക്കുൾപ്പെടെ ശക്തമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവുന്ന സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഞാൻ പറഞ്ഞു. അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. പിന്നെ എല്ലാ ഗവൺമെന്റുകളും ടൈമിംഗ് ഒക്കെ നോക്കി തന്നെ പ്രഖ്യാപിക്കാറുണ്ട്. ഇന്ത്യയില് ഇപ്പോ
ബീഹാറിൽ ഇപ്പൊ എന്താ? അവിടുത്തെ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടുത്തെ BJP ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, മഹാരാഷ്ട്രയിലും കർണാടകത്തിൽ കഴിഞ്ഞ സമയത്ത് അവർ പ്രഖ്യാപിച്ചല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പിലാ. ഞങ്ങള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇത്രയും പറയേണ്ട കാര്യമില്ലല്ലോ. പഞ്ചായത്തും അസംബ്ലി തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് ഈ ഐസ്ക്രീമിന്റെ മേളില് ഒരു ചെറി വെക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ല വെച്ചത്. ഞങ്ങൾ പറയുന്നത് ദിസ് വി ക്യാൻ ഡു, വി വിൽ ഡു, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്യും. ഗവൺമെന്റിന് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നാൽ ഇത് കൃത്യമായി ചെയ്യും. ഞങ്ങള് അല്ലാതെ നേരത്തെ ഇരുന്നവർ 18 മാസക്കാലത്തെ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ 600 രൂപയായിട്ട് പോലും കുടിശ്ശിക കൊടുത്തവരാണ്. ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പറയും, പ്രചരിപ്പിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈ പറഞ്ഞ മഹാരാഷ്ട്ര, കർണാടക, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞതെല്ലാം അതേപോലെ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഞങ്ങളങ്ങനല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാറില്ല. പത്രപ്രവർത്തകർ എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾക്ക് അത് ദേഷ്യമില്ല. വിഷമം കാണുമായിരിക്കും ചില സമയത്ത്. ഞങ്ങളെ ആകെ ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് ആ പണം തരാത്തതിനെ പറ്റി നിങ്ങൾ പറയാതെ ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ഇവിടെ അതല്ല. ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇതെല്ലാം കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പെട്ടെന്ന് ഇപ്പം തന്നെ 6000 കോടി രൂപ ആദ്യമേ ഈ വർഷം ആദ്യം കുറച്ചു. GSTയുടെ വന്നപ്പോഴും കുറച്ച് കുറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മാത്രമല്ല, 8 സ്റ്റേറ്റുകൾ ഞങ്ങൾ കൂടി കണക്ക് വെച്ചു. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ഇത് നന്നായി നടത്താൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറയാറില്ലെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ആവശ്യമില്ലാതെ ഇതുവരെ അങ്ങനെ ഒരു പറ്റാത്ത കാര്യമൊന്നും സാധാരണ പറയാറില്ല. ഇതിപ്പോ ചെയ്യാൻ പറ്റുമെന്ന് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം ധനകാര്യ വകുപ്പിനും കൂടെ ഉള്ളതുകൊണ്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ധനകാര്യ വകുപ്പിനുണ്ട്.